ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് മേഘ. ആൻഡ് ഇന്നത്തെ ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫെമിനിൻ ഹൈജീൻ. ആൻഡ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് ഡിസ്ക്ലെയിമേഴ്സ് പറയുന്നുണ്ട്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനെ ദുരന്തനായി പോയി. ജസ്റ്റ് ലൈക്ക് എൻ്റെ ഏതൊരു വീഡിയോയിൽ പറയുന്ന പോലെ ഫസ്റ്റ് തിങ്, ഇത് ആരെയും ഷെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോസ് ആയിട്ടുള്ള വീഡിയോ അല്ല. നിങ്ങളുടെ ഉദ്ദേശം നടക്കില്ല. അല്ലെങ്കിൽ അത് ആരെയും ഷെയിം ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോ. ബിക്കോസ് ബോഡി ഓർഡർ അല്ലെങ്കിൽ നമുക്ക് അൺമെയിൻറ്റൈൻഡ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ നിൽക്കുന്ന പല ഒരാളെ ഷെയിം ചെയ്യേണ്ട കാര്യമല്ല ഇത്. എസ്പെഷ്യലി ഞാൻ പറയുന്നത് ടീനേജേഴ്സിനോടാണ്. ബിക്കോസ് ടീനേജ് ഏജിൽ നമ്മളെ പിയർ ഗ്രൂപ്പിലുള്ളവരെ തന്നെ നമ്മൾ അങ്ങോട്ട് ഷെയിം ചെയ്യാനും, ഒരാളുടെ തലയിൽ പെയിൻ ഉണ്ടെന്ന് വെച്ചോ, അപ്പം അവരെ മാറ്റി നിർത്താനും ഒക്കെയുള്ള ഒരു സാഹചര്യം കൂടുന്ന ടൈമാണ് ടീനേജ്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഡു സെൻഡ് ഇറ്റ് ടു someone who might find this video helpful, or you can take ഈ ഒരു ടിപ്സ് ആൻഡ് മേക്ക് ഇറ്റ് പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്. ഇപ്പം എനിക്കറിയാം there are കുറേ കണ്ടന്റ് ഔട്ട് ദെയർ അബൌട്ട് ഫെമിനിൻ ഹൈജീൻ, അബൌട്ട് ഓറൽ ഹൈജീൻ, എല്ലാത്തിനെയും പറ്റിയിട്ട്. പക്ഷെ എനിക്ക് തോന്നി പലയിടത്തും വളരെ സെൻസേഷണലൈസ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടും, ഇങ്ങനെ പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഡാർക്ക് അല്ലാത്ത അണ്ടർ ആംസ് കിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയിലോ ഫേസിലോ ഉള്ള എന്തെങ്കിലും സ്കാർ അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്താൽ പോവും. ഇതൊന്നും അല്ലാണ്ട് ഞാൻ ഇങ്ങനത്തെ വീഡിയോസിൽ നോട്ട് ചെയ്തിട്ടുള്ള വേറെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആണുങ്ങളുടെ അല്ലെങ്കിൽ ബോയ്സിൻ്റെ മുന്നിൽ എങ്ങനെയൊക്കെ ഇതൊരു അപ്പീലിംഗ് ആവുന്ന രീതിയിൽ നമ്മളെ ബോഡി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, വേറൊരാൾക്ക് കാണുമ്പം അപ്പീലിംഗ് ആവുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് അങ്ങനെ നടക്കാം എന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ബിക്കോസ് നമ്മളൊരു ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതും നമ്മൾ ഒരു റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഒക്കെ നമ്മൾക്ക് വേണ്ടിയാണ്, നമ്മളെ ഹെൽത്തിന് വേണ്ടിയാണ്. അത് വെറും ഒരു എസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ കാണുമ്പോഴുള്ള ഒരു ബെനിഫിറ്റിന് മാത്രമല്ല, നമ്മളുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിന് എഫക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും ഞാനിനി ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തലേന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ നമ്മൾ തലേൻ്റെ മെയിൻ്റെനൻസിനെ പറ്റിയിട്ട് മാത്രം പറയുകയാണെങ്കിൽ, ഒരു നല്ല ക്ലെൻസിങ് ഷാംപൂ യൂസ് ചെയ്തിട്ട് നിങ്ങൾ വീക്ക്ലി ട്വൈസ് നിങ്ങളുടെ തല വാഷ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാംപൂ ഇട്ടിട്ട് വാഷ് ചെയ്യുക. എന്നിട്ട് കണ്ടീഷണർ ഇടുക, അല്ലെങ്കിൽ എന്തെങ്കിലും മാസ്ക് ഉണ്ടെങ്കിൽ ഹോം മെയ്ഡ് മാസ്ക്, അല്ലെങ്കിൽ വാങ്ങിക്കുന്ന എന്തെങ്കിലും ടൈപ്പ് ഓഫ് മാസ്ക് അങ്ങനത്തത് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി റിയലി ഗുഡ്. നമുക്ക് ഹെയർ വേണ്ട രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ആൻഡ് ഞാൻ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പറയാം, ഷാംപൂ നമ്മൾ ചെയ്യുന്ന നമ്മളെ സ്കാൽപ്പിലുള്ള ഡേർട്ട്, ഓയിൽ, അതുപോലെ ഡെഡ് സ്കിൻ സെൽസ് ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ വാഷ് ഓഫ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ എൻഡ്സിലേക്കല്ല നമ്മൾ ഷാംപൂവിൻ്റെ മറ്റേ ഫോം ഭയങ്കരമായിട്ട് പതപ്പിച്ചിട്ട് നമ്മൾ ഇവിടെ കുറേ പതപ്പിച്ചിട്ട് കാര്യമില്ല. അതിനെക്കാട്ടും നമ്മളെ സ്കാൽപ്പ് ഈ ഒരു ടൈപ്പ് ഓഫ് ഹെഡ് മസാജിങ്, സ്കാൽപ്പ് മസാജിങ് ബ്രഷസ് കിട്ടും. അല്ലെങ്കിൽ നോർമലി ഉള്ള കോമ്പ് ഉണ്ടല്ലോ, ആ ഒരു കോമ്പ് പ്ലാസ്റ്റിക്കിൻ്റെ നിങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഷാംപൂ ചെയ്തിട്ട് ആ ഫോം അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഇഫ് യു കോംബ് യുവർ ഹെയർ, നിങ്ങൾ കുറച്ചും കൂടി ഇടയിലിടയിലുള്ള എല്ലാ ഡോട്ടും ഗ്രൈമും ഓയിലും ഒക്കെ പോയി കിട്ടും. എന്നിട്ട് നമ്മൾ വാഷ് ചെയ്തിട്ട് കണ്ടീഷണർ എപ്പോഴും എൻസിൽ മാത്രം യൂസ് ചെയ്യുക. കണ്ടീഷണർ ഒരിക്കലും സ്കാൽപ്പിൽ, നമ്മളുടെ ഈ സ്കാൽപ്പ് എന്ന് പറയുമ്പോൾ ഈ തലയൊട്ടി, അതിൽ നമ്മൾ ടച്ച് ചെയ്യരുത്. എപ്പോഴും എൻസിൽ മാത്രമാണ് കണ്ടീഷണർ യൂസ് ചെയ്യുക. അതുപോലെ ഹെയർ മാസ്കും നമ്മൾ എൻസിൽ മാത്രമാണ് യൂസ് ചെയ്യുക, സ്കാൽപ്പിലേക്ക് ആക്കാൻ പാടില്ല. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഹെയർ കാര്യങ്ങൾ. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഇയേഴ്സ് നമ്മൾ ഇയർബഡ്സ് ഇട്ടിട്ട് നമ്മൾ ക്ലീനേ ചെയ്യരുത്. ഒരു പരിധി വരെയൊക്കെ വാക്സ് എന്തായാലും എല്ലാവരുടെ ചെവിയിലും ഉണ്ടാവും. അത് നമ്മളൊരു നോർമൽ ടവൽ, നമ്മൾ ഭയങ്കര കട്ടിയുള്ള ടവലല്ല, നമ്മൾ നോർമൽ വൈറ്റ് കളർ മറ്റേ സൈഡിൽ വരവരെയുള്ള ടവൽ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മൾ കുളിച്ചതിന് ശേഷം നമ്മൾ നല്ലോണം ബാക്ക്, ഈ ഉള്ളിലത്തെ എല്ലാ ക്രെവിസസ്, പിന്നെ ഈ ഒരു പുറത്തത്തെ ഭാഗം ഒക്കെ നമ്മൾ അതിൻ്റെ ഒരു ഡാമ്പായിട്ടുള്ള ഒരു ചെറിയൊരു ഭാഗം വെച്ചിട്ട് ക്ലീൻ ചെയ്താലും മാത്രം മതി. അതിൽ കൂടുതൽ നിങ്ങൾക്ക് വാക്സ് വരുന്നുണ്ട്, ഭയങ്കരമായിട്ട് വാക്സ് അക്യുമുലേഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, ചെവി അടയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും അത്ര കൂടുതൽ വാക്സ് വരാൻ. വാക്സ് പ്രൊഡ്യൂസ് ചെയ്യുക നമ്മുടെ ഇയേഴ്സ്, അതിലെന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ, എന്തെങ്കിലും ഒരു ഡസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസെക്റ്റോ എന്തെങ്കിലും ഒരു ഇറിറ്റൻ്റ് അവിടെ ഇരിക്കുമ്പോഴാണ് അതിനെ കളയാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ വാക്സ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്. കൂടുതൽ വാക്സ് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ബഡ്സ് വെച്ചിട്ട് അതിനെ ഉള്ളിലോട്ട് കുത്തുക ഒന്നും ചെയ്യരുത്. ബഡ്സ് യൂസേജ് ചെയ്യേണ്ട. അപ്പം തന്നെ നമ്മൾ ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ.
ആൻഡ് ബഡ്സ് യൂസ് ചെയ്യുക എന്നുള്ളൊരു തിങ് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ടവൽ യൂസ് ചെയ്യുന്നതിന് പകരം ഈ പുറത്തത്തെ ക്രൈവസസും ബാക്ക് സൈഡും ഈ ഉള്ളിലത്തെ ക്രൈവസും പിന്നെ ഈ പുറത്ത് ഈ ജസ്റ്റ് ഈ ഭാഗം മാത്രം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബഡ്സ് യൂസ് ചെയ്യാം. ഡോണ്ട് യൂസ് ഇറ്റ് ഇൻസൈഡ് യുവർ ഈ ഒരു ഇയർ കനാൽ. നെക്സ്റ്റ് കാര്യം ഇസ് ഐസ്. നമ്മളെ ജനറേഷനിൽ ഇപ്പം കൂടുതൽ ടൈം നമ്മൾ സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്ന ഒരു ജനറേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലാസ്സസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ യൂസ് ഒരു നല്ല ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ഉള്ള അല്ലെങ്കിൽ ഈ കൈൻഡ് ഓഫ് സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉള്ള ഗ്ലാസ്സസ് കിട്ടും. നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങളുടെ ലെൻസിൽ അഡീഷണൽ ആയിട്ട് അതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇഫ് യു ആർ എ വർക്കിംഗ് ഇൻഡിവിജ്വൽ ആൻഡ് നിങ്ങൾക്ക് കണ്ണിന് പവർ ഐസൈറ്റിന് ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും പ്ലീസ് വെയർ ഒരു ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ചെയ്യുന്ന ഒരു നല്ലൊരു കുറേ ലെയേഴ്സ് ഓഫ് പ്രൊട്ടക്ഷൻ ഉള്ള, എല്ലാം ഒന്നും വേണ്ട, പക്ഷെ ബേസിക്കലി നമ്മൾ എത്രത്തോളം എക്സ്പോസ്ഡ് ആവുന്നോ ആ എക്സ്പോസ്ഡ് ആവുന്ന നെഗറ്റീവ് കാര്യങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ലെയേഴ്സ് ഉള്ള ഗ്ലാസ്സസ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് തിങ് ഇസ് നമ്മളുടെ വായ. അത് നമ്മൾ എന്തായാലും ട്വൈസ് എ ഡേ ബ്രഷ് ചെയ്തിരിക്കണം. ട്വൈസ് എ ഡേ ബ്രഷും ചെയ്യണം. പ്ലസ് യു നീഡ് ടു ടേക്ക് കെയർ ഓഫ് യുവർ ഗമ്മിൻ്റെ ഹെൽത്തും. ഗംസ് നമ്മൾ നോർമലി തന്നെ നമ്മൾ ജസ്റ്റ് നമ്മളെ ഫിംഗർ വെച്ചിട്ട് പല്ല് തേച്ചതിന് ശേഷം നമ്മൾ ഗംസ് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഗംസിന് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഗംസ് ബ്ലീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പല്ലിൽ നിന്ന് ഇങ്ങനെ കയറി നിൽക്കുന്നത് ഇതൊന്നും നോർമൽ അല്ല. ഇതൊക്കെ നമ്മൾ കൺസൾട്ട് ചെയ്തിട്ട് അതിലൊരു ഉത്തരം നമ്മൾ കിട്ടിയിരിക്കണം. ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങളാണെങ്കിൽ അത് ചിലപ്പം പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനേ പറ്റുള്ളൂ. പക്ഷെ അതല്ല വേറെ എന്തെങ്കിലും ന്യൂട്രിയൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാണെങ്കിൽ അത് നമ്മൾക്ക് ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഫിക്സ് ഇറ്റ്. പിന്നെ ഫ്ലോസ് ചെയ്യുന്ന ഒരു കൾച്ചർ നമ്മളുടെ കേരളത്തിൽ വളരെ കുറവാണ്. ഇപ്പോൾ ആയിട്ട് ആൾക്കാർ ഫ്ലോസ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഈ ടൈപ്പ് ഓഫ് ഫ്ലോസിൻ്റെ സംഭവം അറിയില്ല. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും എനിക്കത് അത്രയ്ക്ക് പ്രാക്ടിക്കലായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്നത്, ഞാനിപ്പോൾ ഒരു 1 year ആയിട്ട് കൺസിസ്റ്റൻ്റ്ലി യൂസ് ചെയ്യുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് വാട്ടർ ഫ്ലോസ് ആണ്. അത് എനിക്കറിയാം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്നുള്ളത്. നിങ്ങൾക്കത് എഫോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലൊരു ഫ്ലോസ് ഇതുപോലത്തത് വാട്ടർ ഫ്ലോസ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് റിയലി ഗുഡ് ഫോർ യുവർ ഗം ആൻഡ് യുവർ എൻറ്റയർ മൗത്തിൻ്റെ ഒരു ഹെൽത്തിന് ഭയങ്കര ഗുഡാണ്. ഒരു പരിധി വരെയൊക്കെ നമുക്ക് ക്യാവിറ്റീസ് നല്ലോണം ഒഴിവാക്കാൻ പറ്റും. ജെനിറ്റൽ ഏരിയനെ പറ്റിയിട്ട് സംസാരിക്കാൻ പറ്റും. ഫസ്റ്റ് തിങ് ഫസ്റ്റ് ഗൈസ്, ഒരിക്കലും കോട്ടൺ അല്ലാണ്ടുള്ള ടൈപ്പ് ഓഫ് ഭയങ്കര പോളിസ്റ്റർ ആയിട്ടുള്ള അണ്ടർഗാർമെൻറ്റ്സ് യൂസ് ചെയ്യരുത്. അത് അണ്ടർഗാർമെൻറ്റ്സ് വെറും അണ്ടർവെയർ മാത്രമല്ല, നിങ്ങളുടെ മുകളിൽ യൂസ് ചെയ്യുന്ന ക്യാമസോൾസ്, ബ്രാസ് അല്ലെങ്കിൽ സ്പോർട്സ് ബ്രാ, അങ്ങനത്തെ എന്തൊരു സംഭവമാണെങ്കിലും നിങ്ങൾ കുറച്ച് കൂടുതൽ നേരം ഇട്ടിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഉള്ളതല്ല. അതിനകത്ത് നമ്മൾ ഒബ്വിയസ്ലി സ്പാൻഡെക്സ്, ഇലാസ്റ്റീൻ എന്നുള്ള ടൈപ്പ് ഓഫ് മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്യുക. പക്ഷെ അതല്ലാത്ത പക്ഷം നമ്മൾ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇന്നർവെയർസ് മാക്സിമം കോട്ടൺ ആയിട്ടുള്ളത് യൂസ് ചെയ്യുക. ഓക്കെ. സെക്കൻഡ് തിങ് ഇസ് പ്രൈവറ്റ് പാർട്സ്, ബോഡി വാഷ്, ബ്ലീച്ച് അല്ലെങ്കിൽ ആ ഒരു ഏരിയ വൈറ്റനിങ് ക്രീം അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല സാധനങ്ങളും ഇപ്പം ഇറങ്ങുന്നുണ്ട് ബൈ കുറേ മെയിൻ സ്ട്രീം ബ്രാൻഡ്സ്. ഡോണ്ട് ഫോൾ ഇൻ ടു അങ്ങനത്തെ ഒരു സാധനവും. നമ്മളെ ബോഡിയിൽ ബ്ലീച്ച് എന്ന് പറഞ്ഞ സാധനമേ യൂസ് ചെയ്യരുത്. ബ്ലീച്ച് നമ്മൾ മഴക്കാലത്ത് നമ്മൾ തറയിൽ ഇടുകയാണ് ചെയ്യുക, അല്ലാണ്ട് നമ്മളെ മേത്തിടുന്ന സാധനമേ അല്ല. യു ഷുഡൻറ്റ് ബി യൂസിങ് ഇറ്റ് അറ്റ് ഓൾ. ആൻഡ് നിങ്ങളുടെ ജെനിറ്റൽ ഏരിയാസിൽ അത്രയ്ക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസിൽ ബ്ലീച്ച് യൂസ് ചെയ്യുക എന്നുള്ളത് ഇസ് a very bad thing. It's a total no. Don't dare use these things. Okay. പിന്നെ പ്രൈവറ്റ് ഏരിയ വാഷ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ അതും ഒരു ഗിമിക്കാണ് ഒരു പരിധി വരെ. പക്ഷേ ഇഫ് യു ആർ സംബഡി ഹൂ സ്പെസിഫിക്കലി ഹാസ് അങ്ങനത്തെ എന്തെങ്കിലും അലർജി അല്ലെങ്കിൽ ചില ടൈപ്പ് ഓഫ് സോപ്പ് ഒന്നും പറ്റില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ലോ pH ഉള്ള അല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേറ്റിംഗ് അല്ലാത്ത ഈ പറഞ്ഞ പോലത്തെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടാവുക. ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് നമ്മൾ എപ്പോഴും വായിച്ച് നോക്കണം. അതിനകത്ത് ഈ സോ കോൾഡ് വൈറ്റനിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ക്ലെയിംസ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ് ഫിഷി സ്മെല്ല്. ഈ ഫിഷി സ്മെല്ല് പോകാനുള്ള എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ബിഗ് നോ. നിങ്ങൾക്ക് നിങ്ങളെ പ്രൈവറ്റ് ഏരിയയിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്മെല്ല് തോന്നുന്നുണ്ടെങ്കിൽ ഒരു നാച്ചുറലി നമ്മളെ ബോഡിയിൽ ഉള്ള ഓരോ സെക്രീഷൻസിനും ഓരോ മണങ്ങളുണ്ട് ഒബ്വിയസ്ലി. പക്ഷെ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഈ പറഞ്ഞ പോലെ ഫിഷി സ്മെല്ല് അല്ലെങ്കിൽ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള സ്മെല്ല്, ഇങ്ങനത്തെയൊക്കെ സ്മെൽസ് ഉണ്ടെങ്കിൽ അതിനൊന്നും നമ്മൾ ഇങ്ങനത്തെ
വാഷസോ ക്രീംസോ ഒന്നുമല്ല ഉപയോഗിക്കേണ്ടത്. അത് നമ്മൾ കറക്റ്റ് ഒരു ഡോക്ടറെ പോയി കാണേണ്ട കാര്യം തന്നെയാണ്. അല്ലാണ്ട് അത് നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല, അല്ലെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് സംതിങ് യു ക്യാൻ ഫിക്സ് ബൈ യുവർ സെൽഫ് അൺലെസ് യു ആർ മെഡിക്കൽ സ്റ്റുഡൻറ്റ്. അപ്പം ഒബ്വിയസ്ലി യു വോണ്ട് ബി യൂസിങ് ദീസ് തിങ്സ് അല്ലേ. തേർഡ് തിങ് ഇസ് നമ്മൾ പീരിയഡ്സ് ആവുന്ന സമയത്ത് നമ്മളുടെ ഫ്ലോ അനുസരിച്ചിട്ട് നമ്മളുടെ സാനിറ്ററി പ്രോഡക്ട്സ് സെലക്ട് ചെയ്യാം. ഈ പീരിയഡ് പാൻറ്റീസ് പോലെയുള്ള സാധനങ്ങളാണ്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള നമുക്ക് ഇങ്ങനെ കയറ്റിയിടാൻ പറ്റുന്ന ടൈപ്പ് അതുപോലെയുള്ള സാനിറ്ററി പ്രോഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്യാറ് ഓൺ ഡേ 1. ആൻഡ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഫ്ലോ ഉണ്ടെങ്കിൽ ഐ എം ടെലിങ് യു, ഇത് അങ്ങനെ പുറത്തേക്ക് ബൾജായിട്ട് നിൽക്കുക അല്ലെങ്കിൽ ഡ്രസ്സൊന്ന് കാണുക അങ്ങനെ ഒന്നും ചെയ്യില്ല. യു ക്യാൻ ട്രസ്റ്റ് മീ, ഈ ഒരു ടൈപ്പ് ഓഫ് സാനിറ്ററി നാപ്കിൻസ് ആണ് ഏറ്റവും ബെസ്റ്റ്. ബിക്കോസ് ഇറ്റ് കവേഴ്സ് യുവർ എൻറ്റയർ ലോവർ ഏരിയ. ആൻഡ് നമ്മൾ ഇരിക്കുകയാണെങ്കിലും കിടക്കുകയാണെങ്കിലും എങ്ങനെ ട്രാവൽ ചെയ്യുകയാണെങ്കിലും എസ്പെഷ്യലി ഇതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ ഒരു ലെയർ ഓഫ് പാഡ് മാത്രം വെച്ച് പോകുന്നതിനെക്കാട്ടും ഏറ്റവും ബെസ്റ്റ് ഈ ഒരു ടൈപ്പ് ഓഫ് പുള്ളപ്പ് സാനിറ്ററി വെയർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഹെവി ഫ്ലോ ഉള്ള സമയത്ത് നല്ല അബ്സോർപ്ഷനുള്ള ഇതുപോലത്തെ സാധനങ്ങളാണ് ഏറ്റവും ബെസ്റ്റ്. നെക്സ്റ്റ് തിങ് ഇസ് നമ്മൾ ജെനിറ്റൽ ഏരിയ ഷേവ് ചെയ്യുക അല്ലെങ്കിൽ അവിടുത്തെ ഹെയർ റിമൂവൽ ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ പറയട്ടെ, ഇത് നിങ്ങളുടെ ഇഷ്ടം മാത്രമാണ്. ഇത് ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ് ഇതൊക്കെ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതൊക്കെ. ഞാൻ എൻ്റെ പേഴ്സണൽ ജേർണി പറയുകയാണെങ്കിൽ എനിക്ക് പീരിയഡ്സ് ആവുന്ന സമയത്ത് ടൂ മച്ച് ജെനിറ്റൽ ഹെയർ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ട് എനിക്ക് പീരിയഡ്സിൻ്റെ ഡേറ്റ് വരുന്നതിൻ്റെ ഒരു 2-3 ഡേയ്സ് മുന്നേ ഞാൻ എന്തായാലും ഷേവ് ചെയ്യാറുണ്ട്. ഞാൻ ഷേവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് ഐ ടെൽ യു. അപ്പോൾ ഷേവ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു എക്സ്ഫോളിയേറ്റ്. നമ്മൾ എന്തായാലും നമുക്കൊരു എക്സ്ഫോളിയേറ്റിംഗ് ആയിട്ടൊരു ബോഡി സ്ക്രബോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു ഹോം മെയ്ഡ് സ്ക്രബ് സംതിങ് ലൈക്ക് ദാറ്റ് അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്തായാലും എക്സ്ഫോളിയേറ്റ് ചെയ്യണം. സെക്കൻഡ്ലി ടൂ മച്ച് ഹെയർ ഗ്രോത്ത് ഉണ്ടെങ്കിൽ ട്രൈ ആൻഡ് കട്ട് ഇറ്റ് വിത്ത് സിസേഴ്സ് ഫസ്റ്റ്. ബിക്കോസ് ടൂ മച്ച് ഹെയർ ഉള്ള സമയത്ത് ഷേവ് ചെയ്യുമ്പം നമുക്കൊരു പ്രിസിഷൻ കിട്ടൂല ആൻഡ് ഇഞ്ചുറി കൂടാനുള്ള ചാൻസും ഉണ്ട്. തേർഡ് സ്റ്റെപ്പ് ഇസ് യൂസ് എ ജെന്റിൽ ക്ലെൻസർ. എന്തെങ്കിലും ഒരു ബോഡി വാഷ് ആണെങ്കിലോ സോപ്പ് ആണെങ്കിലോ, എനിക്ക് അങ്ങനത്തെ ഒരു ഇറിറ്റേഷൻ ഇതുവരെ തോന്നാത്തതുകൊണ്ട് ഐ യൂസ് വാട്ട് എവർ ഐ യൂസ് ഓൺ മൈ ബോഡി. ലാദർ ചെയ്തിട്ട് ഐ ഗോ അഹെഡ് ആൻഡ് ഷേവ്. ദാറ്റ്സ് ഓൾ. ഞാൻ യൂസ് ചെയ്യുന്നത് എപ്പോഴും ഞാൻ ഈ ഒരു സംഭവമാണ് ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് കുറച്ച് കാലമായിട്ട്. ഇതിനൊരു പൗച്ച് അല്ല ഒരു ബോക്സ് ഒക്കെ ഉണ്ട് അടിയിൽ ഡ്രെയിനേജ് ഓപ്ഷനൊക്കെ ആയിട്ട്. ആൻഡ് അതെനിക്കൊരു നല്ലൊരു സംഭവമായിട്ട് തോന്നി. ബിക്കോസ് അത് വേഗം നമ്മൾ അതിനകത്ത് പൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേഗം ഡ്രൈ ആവും. ആൻഡ് അതിലങ്ങനെ ഇത് ക്ലീൻ ചെയ്യാനും ഒക്കെ കുറച്ചും കൂടി ഈസിയാണ് ഈ ഒരു ഷേവിങ് തിങ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം യു കൻ യൂസ് എനി നോർമൽ ഷേവിങ് സെറ്റ്. ഈ ഒരു ജിലെറ്റിൻ്റെ നോർമൽ സാധനമാണെങ്കിലും ഐ യൂസ് ദിസ് ഓൾ ദ ടൈം. ഞാൻ എപ്പോഴും ഇതൊന്നും അല്ല യൂസ് ചെയ്യാറ്. ഐ തിങ്ക് ഇതാണ് എനിക്ക് ഏറ്റവും കംഫർട്ട്. ബിക്കോസ് ഇതിന് ലോങ്ങർ ഈ പിടിക്കാനുള്ള ഏരിയ ഉണ്ട്. ഇത് ഷോർട്ടർ ആണ്, അപ്പോൾ നമുക്ക് കൈ സ്ലിപ്പ് ആവാനൊക്കെ ചാൻസ് ഇവിടെ. പക്ഷേ ഇതൊരു ലോങ്ങർ ആണ്, കുറച്ചുകൂടി പിടിക്കാനുള്ള ഗ്രിപ്പ് കൂടുതലാണ്. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് ഐ എം കംഫർട്ടബിൾ വിത്ത് ഷേവിങ്. എന്നിട്ട് ഷേവ് ചെയ്തതിന് ശേഷം ഒരു ആലോവേറ ജെൽ വിത്തൗട്ട് എനി അതർ എഡിറ്റീവ്സ്, ഫ്രേഗ്രൻസ് അല്ലെങ്കിൽ വേറെ കളർ ഒന്നും ആഡ് ചെയ്യാത്ത ആലോവേറ ജെല്ല്, അല്ലെങ്കിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാമിങ് മോയ്സ്ചറൈസർ, അതിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഫ്രേഗ്രൻസോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എക്സ്ഫോളിയേറ്റിംഗ് അല്ലെങ്കിൽ കെമിക്കൽ എക്സ്ഫോളിയേറ്റേഴ്സോ അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത നോർമൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക ഓൺ ദ ഏരിയ യു ഷേവ്ഡ്. ഓക്കെ. പിന്നെ വേറെ ഒരു ഫെമിനിൻ ഹൈജീൻ തിങ് ദറ്റ് യു ഷുഡ് മേക്ക് ഷുവർ, നമ്മളൊരു മൺസൂൺ സീസൺ ഒക്കെ ഉള്ള ഒരു ഏരിയയിലാണ് നമ്മൾ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേക്ക് ഷുവർ ദാറ്റ് യുവർ അണ്ടർ ഗാർമെന്റ്സ് ആൻഡ് യുവർ ക്ലോത്ത്സ്, പക്ഷേ അണ്ടർ ഗാർമെന്റ്സ് എസ്പെഷ്യലി ഒരിക്കലും വെറ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഡാംപ് ആയിട്ടുള്ളത് വേറെ ചെയ്യരുത്. ഇൻഫെക്ഷൻസ് അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻസും ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് മേക്ക് ഷുവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് പല ഇഷ്യൂസും പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പലവരും ക്യാരി ചെയ്യുന്ന ഒരു സംഭവമാണ് വൈപ്സ്. ബിക്കോസ് നമുക്ക് എല്ലാ റെസ്റ്റ് റൂമിലും ഒന്നും നമ്മൾക്ക് നല്ലോണം വാട്ടർ വെച്ചിട്ട് കഴുകാനോ അല്ലെങ്കിൽ ഒരു ഹൈജീനിക് ആയിട്ടൊന്നും തോന്നില്ല. അപ്പം നമ്മൾ വൈപ്സ് ക്യാരി ചെയ്യുമ്പോൾ മേക്ക് ഷുവർ യു യൂസ് അൺസെൻറ്റഡ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ആഡ് ചെയ്യാത്ത വൈപ്സ് യൂസ് ചെയ്യാൻ മേക്ക് ഷുവർ ചെയ്യുക. ബിക്കോസ് നമ്മൾ ആഡഡ് ഫ്രേഗ്രൻസ് വരുമ്പോൾ നമ്മൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസിൽ നമ്മൾ മാക്സിമം ഫ്രേഗ്രൻസ് ഉള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യാത്തതാണ് നല്ലത്. ഇനി നെക്സ്റ്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒബ്വിയസ്ലി നമ്മളെ ബോഡീനെ പറ്റിയിട്ടാണ്. ബോഡീനെ പറ്റി പറയുമ്പം മെയിൻ തിങ് ഇസ് അണ്ടർ ആംസ്. അണ്ടർ ആംസിലുള്ള പിഗ്മെന്റേഷൻ, നമ്മളെ ബോഡി ഓർഡർ. നമ്മൾ ബോഡി ഓർഡറിനെ പറ്റി പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് വെരി നോർമൽ. നമ്മൾ വെയിലത്ത് പോയിട്ട് നടന്നൊക്കെ വന്നതിന് ശേഷം നമ്മളെ മേത്ത് ബോഡി ഓർഡർ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി നോർമൽ. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ കുളിച്ച് വന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ബോഡി ഓർഡർ ഉണ്ടെങ്കിൽ ദർ ഇസ് എ ചാൻസ് അതൊരു ഹോർമോണൽ ഇഷ്യൂ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ കൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നുണ്ടാവും. നമ്മൾക്ക് ബോഡി ഓർഡർ
ഓഡർ വരുന്നത് ഒരിക്കലും നമ്മളുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓഡർ അല്ല. അത് നമ്മളെ ബോഡിയിൽ ഒരു എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ആയിട്ടുണ്ടാവുന്ന സ്വെറ്റ്. ആ സ്വെറ്റിന്റെ മുകളിൽ നമ്മളെ ബോഡിയിൽ നമ്മളെ പുറത്തത്തെ സ്കിന്നിലുള്ള ബാക്ടീരിയ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു ഓഡറാണ് നമ്മൾ ഈ സോ കോൾഡ് ബോഡി ഓഡർ എന്നുള്ള രീതിയിൽ പറയുന്നത്. അത് ആ ഒരു റീസൺ മാത്രമല്ല ഉള്ളത്, നമുക്ക് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റ് കാരണം ഭയങ്കരമായിട്ട് ഗാർലിക് ഒണിയൻ ഒക്കെ കഴിക്കുമ്പം ചില സമയം ബോഡി ഓഡർ കൂടാൻ ചാൻസ് ഉണ്ട്. ദാറ്റ് ഡസൻ മീൻ നമ്മൾ ഒരു പരിപ്പറിയിൽ ഒരു ഉള്ളി ഇട്ടു, ഒരു കുറച്ച് വെളുത്തുള്ളി ഇട്ടു എന്ന് വെച്ചിട്ട് അങ്ങനെയല്ല. എക്സസീവ് ആയിട്ടുള്ള കഴിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന കാര്യമാണ് പറയുന്നത്. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് എക്സസീവ് സ്വെറ്റിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടാവും, ഹൈപ്പർ ഹൈഡ്രോസിസ് അങ്ങനെ എന്തോന്ന് പറഞ്ഞിട്ട് ഐ എം നോട്ട് ഷുവർ, അതിൻ്റെ കറക്റ്റ് പറയുന്നില്ല. നമുക്ക് എക്സ്റ്റേണലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബാക്ടീരിയൻ്റെ പ്രസൻസ് കുറയ്ക്കുക എന്നുള്ളത്. ഫസ്റ്റ്ലി നമുക്ക് ബാക്ടീരിയ ഉള്ളത് കുറയ്ക്കുക, ആൻഡ് സെക്കൻഡ്ലി ബാക്ടീരിയക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള സാധനങ്ങളും അവിടെ കുറച്ചു കൊടുക്കും. നമ്മൾ അണ്ടർ ആംസ് നല്ലോണം എക്സ്ഫോളിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഡ് സ്കിൻ സെൽസ് കുറയും. ഡെഡ് സ്കിൻ സെൽസ് കുറയുന്നതിനനുസരിച്ച് ബാക്ടീരിയക്ക് അവിടെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കുറഞ്ഞു കിട്ടും. ആൻഡ് ബാക്ടീരിയനെ കുറയ്ക്കാനാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ എക്സ്ഫോളിയേറ്റിംഗ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡ്, ആസിഡ് ബേസ്ഡ് ആയിട്ടുള്ള എക്സ്ഫോളിയേറ്റിംഗ് ഇൻഗ്രീഡിയൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതും നല്ലപോലെ ഹെൽപ്ഫുൾ ആകും. ഗ്ലൈക്കോളിക് ആസിഡ് ബൈ ഓർഡിനറി, ഇത് പല ഡോമറ്റോളജിസ്റ്റും സോഷ്യൽ മീഡിയയിൽ പറയുന്നതാണ്, ഇത് യൂസ് ചെയ്താൽ മതി ബോഡി ഓർഡർ കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്, പിഗ്മെൻറ്റേഷൻ കുറയാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു സംഭവമാണ്. ബേസിക്കലി ഗ്ലൈക്കോളിക് ആസിഡ് ആക്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്, ഡെഡ് സ്കിൻ സെൽസിനെ റിമൂവ് ചെയ്യും. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡ് ആയതുകൊണ്ട് ബാക്ടീരിയൻ്റെ ഓവർ ഗ്രോത്തും അത് ഒരു പരിധി വരെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ സ്ട്രെസ്സും അതുപോലെ ഹോർമോണൽ ചേഞ്ചസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷേ ദീസ് ആർ നോട്ട് തിങ്സ് ദാറ്റ് നമുക്ക് പുറത്തുനിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഈ കാരണങ്ങളോ കൊണ്ട് വരുന്ന ബോഡി ഓർഡർ ആണെങ്കിൽ, നമുക്ക് സ്ട്രെസ് ആണെങ്കിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ആരെയും കൺസൾട്ട് ചെയ്തിട്ട് ലെറ്റ്സ് ട്രൈ ടു ഫിക്സ്. നെക്സ്റ്റ് നമ്മൾ ബോഡി ആക്നീനെ പറ്റിയിട്ട് സംസാരിക്കാം. നമ്മളെ ബോഡീനകത്ത് നമ്മളുടെ ഹൈജീൻ കുറവുകൊണ്ട് മാത്രമല്ല, പക്ഷെ നമുക്ക് നമ്മളുടെ ഹൈജീനിലുള്ള റുട്ടീൻ, നമ്മളെ ഹൈജീൻ റുട്ടീൻ നമുക്ക് കുറച്ചൊന്ന് എലിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റുന്ന കാര്യമാണ് ബോഡി ആക്നെ. ബോഡി ആക്നെ ഇതേപോലെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് ഉണ്ടാവാം. ഒരു പ്രൊഫഷണൽ അല്ലാണ്ട് വേറൊരാൾക്ക് നിങ്ങൾക്ക് ഒരിക്കലും പറഞ്ഞു തരാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയിൽ പല ജ്യൂസസ് അത് ഇത് തേക്കാനും ഒക്കെ പറഞ്ഞു തരും. പക്ഷെ നിങ്ങളുടെ ബോഡിക്ക് എന്താ പ്രോബ്ലം എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞതിന് ശേഷമേ നിങ്ങൾ ഈ എന്തൊരു അഡ്വൈസ് എടുത്തിട്ടും കാര്യമുള്ളൂ. ഏതോ ഒരാൾക്ക് എന്തോ ഒരു കാരണം കൊണ്ട് ഈ ഒരു സംഭവം വർക്കായി എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ കാരണമേ ആയിരിക്കില്ല. അപ്പോൾ യു നീഡ് ടു മേക്ക് ഷുവർ ദറ്റ് യു ഹാവ് ഒരു പ്രോപ്പർ പ്രൊഫഷണൽ ഗൈഡൻസ്. പക്ഷെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സമ്മേഴ്സിൽ മാക്സിമം കോട്ടൺ വെയർ യൂസ് ചെയ്യുക. ഇമാജിൻ ഇത് നിങ്ങളുടെ ബോഡിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കുറേ ഡെഡ് സ്കിൻ സെൽസ് ഉണ്ടാവും, നമ്മുടെ ബോഡി നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിൽസ് ഉണ്ടാവും, ഡേർട്ടും ഗ്രൈമും, പിന്നെ ജനറലി ഉള്ള കുറേ ഒരു ബോഡിക്ക് ഒരു മൈക്രോബയോം എന്തായാലും നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും, കുറേ ബാക്ടീരിയാസ് ഗുഡ് ആൻഡ് ബാഡ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു എയറി ആയിട്ടുള്ള ഈ ഒരു ഡ്രസ്സ് പോലെയുള്ള ഒരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ സ്വെറ്റും പുറത്തുനിന്നുള്ള കുറച്ച് പൊല്യൂട്ടൻസും ഒക്കെ ഇത് അബ്സോർബ് ചെയ്യും. അല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ ട്രാപ്ഡ് ആയിട്ട് ഇത് വേറൊരു കട്ടിയുള്ള ഒരു പോളിസ്റ്റർ ലെയർ ആണെന്ന് വെച്ചോ, അത് വെച്ച് നമ്മൾ മൂടിയിട്ടുണ്ടെങ്കിൽ പോസ്, ഇവിടെയുള്ള പോസ് മുഴുവൻ ക്ലോഗ്ഡ് ആവുകയും ചെയ്യും. മൈക്രോബിയൽ ഗ്രോത്തും ഒക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ട് അത് ബോഡി ആക്നെ ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം എയറി ആയിട്ടുള്ള, നമ്മൾ കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യിക്കാത്ത ക്ലോത്ത്സ് വെയർ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ബോഡി ആക്നെക്ക് വേറൊരു റീസൺ ഇസ് നമ്മൾ പ്രോപ്പറായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുക. ഇപ്പോൾ പണ്ടാണെങ്കിൽ ഈ ചെറുപയർ പൊടി, അതുപോലെ കടലപ്പൊടി, ഇതൊക്കെ അല്ലെങ്കിൽ അരിപ്പൊടി ഒക്കെ വെച്ചിട്ട് ബോഡി മാസ്ക്സ് അല്ലെങ്കിൽ ബോഡി സ്ക്രബ്സ് ഉണ്ടാക്കിയിട്ട് കുളിക്കുമ്പം അതൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് അതല്ലാണ്ട് പല ബോഡി സ്ക്രബ്സ് ഉണ്ട്. പക്ഷേ ഇതൊരു വാഷ് ഓഫ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് കുറേ ആൾക്കാർക്ക് ഇതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ടെല്ലിങ് യു ക്യാൻ മേക്ക് ഇറ്റ് ഈസിലി. ദർ ആർ കുറേ റെസിപ്പീസ് ഫോർ ബോഡി സ്ക്രബ്സ് നമ്മൾ ഓൺലൈൻ നോക്കുകയാണെങ്കിൽ. അത് നമ്മുടെ ബോഡിയിലെ ഡെഡ് സ്കിൻ സെൽസ് മാക്സിമം പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ്. ഇതൊക്കെ ഓവറായിട്ട് അവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ കൺജഷൻ ആവും, അങ്ങനെ ബോഡി ആക്നെ വരും. ദിസ് വാസ് ടുഡേയ്സ് വീഡിയോ. ഐ ഹോപ്പ് ദെയർ വാസ് സംതിങ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് ഇൻ ദിസ് വീഡിയോ. ഇത് ഞാനൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ഒരു ചാനലാണ്. എല്ലാവർക്കും ഒപ്പീനിയൻസ് ഉണ്ടാവും, ഞാൻ പറയുന്ന പല തെറ്റുകളുണ്ടാവും, ഞാൻ പറയുന്ന ശരികളുണ്ടാവും, അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന പല ശരികളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളെ കമ്മ്യൂണിറ്റി ആയിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളൊരു ഇൻറ്റൻറ്റിൽ please share your thoughts, share your tips, your input about ഈ ഒരു കാര്യം, എസ്പെഷ്യലി ഓൾഡർ ഗേൾസ്. ബിക്കോസ് നമ്മൾ എപ്പോഴും ഒരു
ബിഗ് സിസ്റ്റർ എനർജി കൊടുക്കാനാണ് ഞാനിവിടെ നോക്കുന്നത്. ബിക്കോസ് ടീനേജിലാണ് ഏറ്റവും കൂടുതൽ ഒരു അഡൾട്ടിൻ്റെ സപ്പോർട്ട് വേണ്ടത്. അത് ഒരു പേരൻസ് മാത്രം വിചാരിച്ചാൽ പറ്റുന്ന കാര്യമല്ല. ബിക്കോസ് കൂടുതൽ ടൈം കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം യൂട്യൂബേഴ്സ് ആയിട്ടും സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരായിരിക്കും ലുക്ക് അപ്പ് ടു ചെയ്യുന്ന ഒരു ജനറേഷൻ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി മേക്ക് ഒരു ഗുഡ് എക്സാമ്പിൾസ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വാല്യൂ ഉണ്ടാവുക എന്നുള്ളത്. അപ്പം ഞാൻ പറയുന്നതിനെക്കാട്ടും കുറേയും കൂടി വാല്യൂ ഉള്ള കാര്യങ്ങൾ അറിയുന്നവരുണ്ടാവും, ഡോക്ടേഴ്സ് ഉണ്ടാവും, പ്രൊഫഷണൽസ് ഉണ്ടാവും. ഇഫ് യു നോ സംതിങ്, ഡു ഷെയർ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. നമുക്കിവിടെ ലേൺ ചെയ്യാം, അൺലേൺ ചെയ്യാം. ആൻഡ് ഐ ഹോപ്പ് യു എൻജോയ് ടുഡേയ്സ് വീഡിയോ. സോ ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. സോ ബൈ.